Just listen carefully. ശ്രദ്ധയോടെ ശ്രദ്ധിക്കുക. Number one, the concept of anointing has been there in the Bible, even in the Old Testament times. പഴയ നിയമത്തിൽ തന്നെ അഭിഷേകത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. You don't see an anointing about Joseph. He doesn't say about anointing. ജോസഫിന്റെ ജീവിതത്തിൽ പ്രത്യേക അഭിഷേകം നമ്മൾ കാണുന്നില്ല. You don't see the word anointing in the life of Jacob. യാക്കോബിന്റെ ജീവിതത്തിൽ അഭിഷേകം എന്ന വാക്ക് കാണുന്നില്ല. You don't see the word anointing in Isaac's life. ഇസ്ഹാക്കിന്റെ ജീവിതത്തിൽ ആ വാക്ക് നമ്മൾ But കാണുന്നില്ല. they all moved in the anointing. എന്നാൽ ഇവരെല്ലാം പ്രവർത്തിച്ചത് അഭിഷേകത്തിലാണ്. It was during the time of Moses that the anointing began to be strong. The word came, anointing. ആമേൻ. എന്നാൽ അഭിഷേകം എന്നുള്ള വാക്ക് വന്നത് മോശയുടെ കാലഘട്ടത്തിലാണ്. Amen. സ്തോത്രം. It's clear. മനസ്സിലായോ? But the anointing was there. എന്നാൽ അതിനു മുമ്പേ അഭിഷേകമുണ്ട്. But the anointing had to be manifestly written from the time of Moses. എന്നാൽ ഈ അഭിഷേകം എന്നുള്ള വാക്ക് പ്രത്യേകമായിട്ട് അങ്ങനെ എടുത്തു പറഞ്ഞത് മോശയുടെ കാലഘട്ടം മുതൽ. Why? എന്തുകൊണ്ടാണ്? Because now people were under the law. കാരണം ഇപ്പോൾ ആളുകൾ ന്യായപ്രമാണത്തിന്റെ കീഴിലാണ്. When you are under the law, you need something to lift you up. ന്യായപ്രമാണത്തിന് കീഴിലാകുമ്പോൾ നിങ്ങളെ ഉയർത്താൻ എന്തെങ്കിലും ഒരു ശക്തി ആവശ്യമാണ്. Hallelujah. ആമേൻ. When you are under the law, you are under the law of God and also under the law of Moses. Actually, many things about the law came from Moses. God used his personality to bring the law. ആമേൻ. ഇപ്പോൾ ന്യായപ്രമാണത്തിലായപ്പോൾ അവർ ദൈവത്തിന്റെ കീഴിൽ മോശയുടെ കീഴിലാണ്. ഈ ന്യായപ്രമാണത്തിലെ പല നിയമങ്ങളും മോശയിൽ കൂടെ ദൈവം തന്നതാണ്. So in one way, people were under Moses. ഒരു വിധത്തിൽ പറഞ്ഞ ആളുകൾ മോശയുടെ കീഴില. And to guide and to lead so many people, Moses needed what? ആമേൻ. ഇത്രയും വലിയൊരു കൂട്ടം ആളുകളെ നയിക്കുവാൻ മോശയ്ക്ക് എന്ത് ആവശ്യമാണ്? Moses was doing something other people had not done so far. ഇതുവരെ ആരും ചെയ്തിട്ടില്ലാതെ ചെയ്യാൻ വയ്യാത്തൊരു കാര്യമാണ്. Now, Joseph gave the word in the prison. ആമേൻ. ജോസഫ് കാരാഗൃഹത്തിൽ വെച്ച് വചനം കൊടുത്തു. Actually, he was anointed at that time. അത് അദ്ദേഹത്തിന് മേലുള്ള അഭിഷേകമാണ്. It was a level of anointing. ഒരു അഭിഷേകത്തിന്റെ ഒരു തലമാണ്. The first level of anointing was when Joseph was a baby or a son, 17 years old. He saw a vision. ആമേൻ. 17 വയസ്സായപ്പോൾ ജോസഫ് ഉണ്ടായ ദർശനം ഒരു അഭിഷേകത്തിന്റെ ഒന്നാം തലമാണ്. But he did not fully understand the meaning of that. ആ സ്വപ്നത്തിന്റെ അർത്ഥം അദ്ദേഹത്തിന് പൂർണ്ണമായി മനസ്സിലായില്ല. That anointing, the next level of anointing in Joseph's life came when he was in the prison. എന്നാൽ ജയിലിൽ കിടന്നപ്പോൾ ഇതിന്റെ അഭിഷേകത്തിന്റെ അടുത്ത തലത്തിലേക്ക് കയറി. But even after 2 years after that, the full anointing came. എന്നാൽ അതും കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് അഭിഷേകം പൂർണ്ണമായി വന്നത്. He was third time anointed in the palace of Pharaoh. ഫറവോന്റെ കൊട്ടാരത്തിൽ വെച്ച് ചെന്നപ്പോൾ അഭിഷേകം പൂർണ്ണമായി. If you look into Joseph's life, there were 3 levels of lifting up. ആമേൻ. ജോസഫിന്റെ ജീവിതം പഠിച്ചാൽ 3 തലങ്ങളിൽ അദ്ദേഹം ഉയർത്തപ്പെട്ടു. Number 1, among the brothers. ഒന്നാമത് സഹോദരന്മാരുടെ ഇടയിൽ. Number 2, when he was in captivity. രണ്ടാമത് അദ്ദേഹം കാരാഗൃഹത്തിലായിരുന്നപ്പോൾ. 3, when he was in control of the entire Egypt. മൂന്നാമത് അദ്ദേഹം ഈജിപ്തിലെ ഭരണാധികാരിയായി തീർന്നപ്പോൾ. Amen. Praise God. Hallelujah. Now you take David's life. ദാവീദിന്റെ ജീവിതം നോക്കാം. David was also taken through 3 levels of anointing. ദാവീദിന്റെ ജീവിതത്തിൽ 3 തലത്തിലുള്ള അഭിഷേകം ഉണ്ടായി. In Joseph's case, they don't mention anointing, but we know the anointing was coming on Joseph. ആമേൻ. എന്നാൽ ജോസഫിന്റെ ജീവിതത്തിൽ അഭിഷേകം എന്ന വാക്ക് എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കത് മനസ്സിലാവും ഇത് അഭിഷേകമാണ്. But in David's life specifically, it is written. എന്നാൽ ദാവീദിന്റെ ജീവിതത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. Okay, I want you to please, my brothers and sisters, go back home and meditate on these things. In the life of വീട്ടിൽ പോയി ദയവായിട്ട് ഇത് മെഡിറ്റേറ്റ് ചെയ്യുക. In the life of David, when was he first anointed? ദാവീദിന്റെ ജീവിതത്തിൽ എപ്പോഴാണ് ആദ്യ അഭിഷേകം ഉണ്ടായത്? Who can tell me? No. The first time he was when he was a shepherd. What happened? ആട്ടിടയനായിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? No. That Karadi Puli came later. After the first anointing. But the anointing, no, Mama, Goliath comes later. I'll let me put it in order. Yeah. We hear about David first in the book of Ruth, by the way, and then we start hearing about David in 1 Samuel 16. രൂത്തിന്റെ പുസ്തകത്തിൽ അവസാനത്തിൽ ദാവീദിന്റെ വല്യമ്മച്ചി ഇവരായിരുന്നു പറഞ്ഞത് നമ്മൾ രൂത്തിനെ പറ്റി കാണുന്നുണ്ട്. That is because it was written at the time. The book of Ruth was written at the time of David. ദാവീദിന്റെ കാലഘട്ടത്തിലാണ് രൂത്തിന്റെ പുസ്തകം എഴുതിയത്. But you hear about David again in 1 Samuel 16. 1 ശമൂവേൽ 16 ദാവീദിനെ കാണാം. 1 Samuel 16 says, നീ പെട്ടെന്ന് കാണിക്കാൻ, I can quickly go through. Samuel goes to Jesse's house in Bethlehem. ബെത്ലഹേമിലുള്ള ഇശ്ശായിയുടെ ഭവനത്തിൽ ഒരു രാജാവിനെ അഭിഷേകം ചെയ്യാനായിട്ട് ശമൂവേൽ പ്രവാചകൻ. Why did he go there? എന്തുകൊണ്ടാണ് അവിടെ പോയത്? Saul lost the anointing and the spirit of God came and rested on David. ആമേൻ. ശൗലിന്റെ അഭിഷേകം നഷ്ടപ്പെട്ടു. ദൈവത്തിന്റെ അഭിഷേകം ദാവീദിനെ കാത്തിരിക്കുക. Now you see, I will send thee, he says, fill your horn with oil and go.
അമേൻ. നീ തൈലക്കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. Now he took a horn. What do you mean by a horn? അമേൻ. തൈലക്കൊമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? Komba, something which you hold the oil in. അമേൻ. ഈ എണ്ണ ഉൾക്കൊള്ളുന്ന പാത്രം. In olden days, they used to carry in the horn of lamb, horn of ram. It shows your strength. It shows your ability. That ram. Hallelujah. അമേൻ, അമേൻ. കൊമ്പിനകത്ത് എന്ന് വെച്ചാൽ ആട്ടുകൊറ്റന്റെ ഒക്കെ കൊമ്പിനകത്ത് എണ്ണ അവർ നിറയ്ക്കും. അത് ആ ആട്ടുകൊറ്റൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ശക്തിയെ കാണിക്കുന്നു. So Samuel is asked to take oil and go to the house. ദൈവം ശമൂവേലിനോട് പറഞ്ഞു, നീ കൊമ്പിൽ തൈലം നിറച്ച് യിശായിയുടെ ഭവനത്തിലേക്ക് And പോകുക. he said, I have seen one of his children as the king. അമേൻ, അമേൻ. അവന്റെ മക്കളിൽ ഒരാളെ ഞാൻ ഇസ്രായേലിന്റെ രാജാവായി കണ്ടിരിക്കുന്നു. In the New Testament, we have been selected from among our family. അമേൻ. പുതിയ നിയമത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത An anointing oil was given the day you were born again. God, the Holy Spirit, put that anointing upon you. It is in your heart. അമേൻ. നമ്മൾ വീണ്ടും ജനിച്ച നിമിഷത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് അഭിഷേകം നമ്മുടെ ഇട്ടിട്ടുണ്ട്. So if somebody tells you, yes, I have an anointing in my heart, I am born again, you should say. അമേൻ. ഹല്ലേലൂയ. ഞാൻ വീണ്ടും ജനിച്ചാണെന്ന് പറയുമ്പോൾ അതിനർത്ഥം എൻ്റെ മേൽ ഒരു അഭിഷേകമുണ്ട്. Now you see the next level of anointing in David's life. ദാവീദിന്റെ രണ്ടാമത്തെ അഭിഷേകത്തിന്റെ തലം കാണാം. 2 Samuel chapter 2 verses 4. 2 ശമൂവേൽ 2:4. Come on, quickly. Look at that. Verse 4. And the men of Judah came, and there they anointed David king over the house of Judah. And they told David, saying that the men of Judah came, thus is the tribe of Judah, David's own people, family, they came, and there they anointed David king Amen, over amen. the house of Judah. അമേൻ. ഹെബ്രോൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ദാവീദിന്റെ സ്വന്തം ഗോത്രക്കാർ വന്നിട്ട് അവരുടെ മൂപ്പന്മാർ വന്നിട്ട് ദാവീദിനെ അവരുടെ രാജാവായി അഭിഷേകം ചെയ്തു. Now he's in another level. ഇപ്പോൾ അദ്ദേഹത്തിന്റെ തലം കൂടി. Hallelujah. Praise the Later Lord. on there is another level. You know the context of that? പിന്നീട് അതിന്റെ സന്ദർഭം Where നമുക്കറിയാമല്ലോ. he's made the king of the entire Israel. എല്ലാ ഇസ്രായേലിനും ദാവീദിനെ രാജാവെ So അഭിഷേകം he ചെയ്തു. also has 3 levels of anointing. മൂന്ന് അഭിഷേകത്തിന്റെ തലങ്ങൾ അദ്ദേഹത്തിനുണ്ടായി. Now between anointing number 1 and anointing number 2, ഒന്നാമത്തെ അഭിഷേകത്തിന് രണ്ടാമത്തെ അഭിഷേകത്തിന് ഇടയ്ക്ക് what all things David went through. You know that. ഏതെല്ലാം പ്രയാസങ്ങൾ ദാവീദ് പോയി. He was accused by his elder brother. തന്റെ ചേട്ടന്മാർ തന്നെ കുറ്റം പറഞ്ഞു. He killed a bear and a tiger. ആമേൻ. അദ്ദേഹം ഒരു സിംഹത്തെയും ഒരു കരടിയെയും കൊന്നു. Hallelujah. And then he destroyed Goliath. ഗോലിയാത്തിനെ കൊന്നു. And then he was persecuted by Saul. ശൗലിനാൽ ഉപദ്രവിക്കപ്പെട്ടു. He was running all around in the forest. ആമേൻ. അദ്ദേഹം ഒരു കാട്ടുകോഴിയെ പോലെ ഇങ്ങനെ ഓടി നടക്കുക. And finally he came to a place അവസാനം അദ്ദേഹം ഒരു സ്ഥലത്ത് വന്നു. where he is now the king. ഇപ്പോൾ രാജാവായി തീർന്നു. Hallelujah. സ്തോത്രം. Now remember, before becoming a king, he was like an ordinary believer, so to say. ആമേൻ. രാജാവാകുന്നതിന് മുമ്പ് അതൊരു സാധാരണ വിശ്വാസിയെ പോലായിരുന്നു. Problems, this problem, financial problem, that problem, family problem, running from one place to another, no rest. Many believers are like that. ആമേൻ. സ്വസ്ഥതയില്ലാത്ത അനുഭവങ്ങൾ ഒരിടത്തുനിന്നൊരിടത്ത് ഓടിപ്പോകുന്നു. സാമ്പത്തിക പ്രശ്നം, ഉണ്ണാനില്ല, ഉടുക്കാനില്ല, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ. But one thing I like about David is 1 Samuel 30, I think, David grew close to God. ആമേൻ, ആമേൻ. In Siklag, remember? ഹല്ലേലൂയ. സിക്ലാഗിൽ ദാവീദ് യഹോവയിൽ ബലപ്പെട്ടു. Siklag is the final point. Susuma, orguno Siklag. Before Siklag, Thank you, Jesus. Siklag was a place where David was totally broken. Amen. Brokenness, I told you. ആമേൻ. തന്റെ ജീവിതത്തിൽ എല്ലാം പൂർണ്ണമായി നഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് സിക്ലാഗ്. All his friends began to throw stones at him. ആമേൻ. കൂടെ നിന്നവര് ദാവീദിനെ എറിയാൻ കല്ലെടുത്ത സ്ഥലം. David did not run after these people and say, please come and stay with me. He didn't do that. ആമേൻ. എന്റെ കൂടെ വന്ന് നിൽക്കണമെന്ന് ദാവീദ് ആരോടും അപേക്ഷിച്ചില്ല. Bible says David grew strong in the Lord. ദാവീദ് യഹോവയിൽ ബലപ്പെട്ടെന്ന് വായിക്കുന്നു. And after that, you read this. Let's go to verse 1 minute, 2 Samuel ആമേൻ, 1. ആമേൻ. അതിനുശേഷം നമ്മൾ ഈ ഭാഗം വായിക്കുന്നു. 1 Samuel 30, you look to 1 Samuel. Are you with me, people? 1 Samuel, go to first verse, 1 Samuel, last chapter. Thank you, Jesus. 30. Let's see 30, 31. 30 സിക്ലാഗ്. 1 Samuel 30. Let's come to the last verse. It says, David. Keep going down. 26, 27. This comes after that. Okay.
between these first anointing and second anointing, David is not a pastor, David is not an apostle, David is not a king. David is like an ordinary believer who has all the problems. Many of you are in that situation right now. ആമേൻ. ഒന്നാമത്തെ അഭിഷേകത്തിനും രണ്ടാമത്തെ അഭിഷേകത്തിനും ഇടയിൽ ദാവീദിന് പ്രത്യേകമായിട്ടുള്ള പാസ്റ്റർ ശുശ്രൂഷ, അപ്പോസ്തല ശുശ്രൂഷ ഒന്നുമില്ല. ഒരു സാധാരണ വിശ്വാസിയാണ്. അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസങ്ങൾ, പ്രതികൂലങ്ങളുണ്ട്. നമ്മളിൽ പലരും ആ സാഹചര്യത്തിൽ കൂടി ഇപ്പോൾ കടന്നു പോവുകയാണ്. 2 Samuel chapter 1. രണ്ട് ശമൂവേൽ 1-ാം അധ്യായം. Now it came to pass after the death of Saul, when David was returned from the slaughter of the Amalekites, and David had about 2 days in Ziklag. It came even to pass after the death of Saul, behold, a man came out of the camp from Saul with his clothes rent and earth upon his head. And so it was when he came to David that he fell to the earth and did obeisance. Verse 4, and David said unto him, from whence have you come? And he said unto him, out of the camp of Israel am I escaped. Verse 4, and David said unto him, how did the matter go? Etc., etc., etc. Verse 5, see what is happening. David is, I'm telling you in a short way, David knew that he was going to be the next king. ദാവീദിനെ അറിയാൻ തനിക്ക് അടുത്ത രാജാവാകുക. David knew that Saul was dead. ശൗൽ മരിച്ചെന്നറിയാം. But look at the attitude of David. എന്നാൽ ദാവീദിന്റെ മനോഭാവം നമ്മൾ ശ്രദ്ധിച്ചേ. Just because he's becoming king, look at, രാജാവായതുകൊണ്ടല്ല അദ്ദേഹത്തിന്റെ മനോഭാവം. Go forward. Keep going. Go forward. Look at David, verse 11. When David knew that the anointed man of God had died, look at David's reaction. അഭിഷക്തനായ ശൗൽ മരിച്ചുപോയി എന്ന് അറിഞ്ഞപ്പോൾ ദാവീദിന്റെ മനോഭാവം, പ്രതികരണം ശ്രദ്ധിച്ചേ. What did he do? നമ്മളാണ് എന്ത് ചെയ്യും? No, what did he do? We are also. നമ്മൾ അദ്ദേഹം എന്ത് ചെയ്തു? David took hold of his clothes and rent them. And then what did he do? തന്റെ വസ്ത്രം കീറി. He always stood with the man of God. ദൈവദാസന് അനുകൂലമായി ദാവീദ് എപ്പോഴും നിന്നു. But now I'm going to tell you a secret word for some of you. നിങ്ങളിൽ ചിലർക്ക് ഒരു ദൂത് തരാം. You cannot become a king with the same dress that you were running around as in the forest. ആമേൻ. കാട്ടിൽ അലഞ്ഞു തിരിയുന്ന വസ്ത്രം കൊണ്ട് നമുക്കൊരു രാജാവാകാൻ പറ്റത്തില്ല. The next level of anointing expects a new set of clothes. ആമേൻ. അടുത്ത തലത്തിലെ അഭിഷേകത്തിലേക്ക് പോകുമ്പോൾ ഒരു പുതിയ ജോഡി വസ്ത്രം ആവശ്യമാണ്. What does dressing stand for? എന്തിനാണ് ഡ്രസ് എന്തിനെ A കാണിക്കുന്നത്? new level of righteousness. ഒരു പുതിയ തലത്തിലുള്ള ആ നീതി. You with me, people of God? ആമേൻ. Ask God to give you a fresh righteousness, understanding of righteousness. ആമേൻ. നീതിയെ പറ്റിയുള്ള ഒരു തിരിച്ചറിവ് ഒരു പുതിയ തലത്തിൽ തരാൻ കർത്താവിനോട് Psalms പ്രാർത്ഥിക്കാം. 45:7. ഹല്ലേലൂയ. സംഗീതം 45:7. Same verse you see in Hebrews 1:9. അതേ വാക്ക് തന്നെ എബ്രായരിൽ 1:9 കാണാം. Because you hated iniquity and loved righteousness, your God has anointed you with the oil. ആമേൻ. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടത ദൂഷിച്ചു, അതുകൊണ്ട് ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം. Now go to 2 Samuel 2:4. സ്തോത്രം. 2 ശമൂവേൽ 2:4 നോക്കാം. Let's read that. Let's go to 2 Samuel chapter 2 verse 1 to 4. Amen. Let's go to 1 first. കർത്താവേ നന്ദി. ആമേൻ. ഇതാണ് 1. Okay. And it came to pass after this that David inquired of the Lord. Remember, people of God, however anointed you may be, God always wants you to ask him, inquire of him, talk to him before you do anything. I love this about David. I have this in my life. You may know this is the right thing to do, but find out if God is there in that. ആമേൻ. ആമേൻ. ദാവീദ് അഭിഷേകം ചെയ്യപ്പെട്ടവനാണെങ്കിൽ പോലും, എത്ര അഭിഷേകമുള്ളവനാണെങ്കിലും കാര്യം എന്താ ചെയ്യേണ്ടത് തനിക്ക് അറിയാമെന്ന് വരിയിൽ പോലും കർത്താവിനോട് ചോദിക്കാതെ ഒരു കാര്യം ചെയ്തില്ല. And then David said, shall I go into any of the cities of Judah? യഹൂദ പട്ടണങ്ങളിൽ ഒന്നിലേക്ക് ഞാൻ പോകണമെന്ന് ചോദിച്ചു. And God gives him clear directions. Where shall I go? He says, go to Hebron. ആമേൻ. വ്യക്തമായ നിർദ്ദേശം കർത്താവ് കൊടുത്തു, ഹെബ്രോനിൽ പോകാന്ന് പറഞ്ഞു. So David went to Hebron. അങ്ങനെ ദാവീദ് ഹെബ്രോനിൽ പോയി. And we don't have to have this. He had 2 wives. We need to have only 1 wife. Praise the Lord. Yes, go. And then David went with him, and his men that were with him, David brought up. ആമേൻ. തന്നോട് കൂടെ ഉണ്ടായിരുന്ന ഭാര്യമാരെയും സകലത്തെയും ദാവീദ് വീണ്ടും കൊണ്ട് മടങ്ങി വന്നു. See, that is something about David. അതാണ് ദാവീദിന്റെ പ്രത്യേകത. Always remember, Saul wanted to lift himself up all the time.
ആമേൻ. ശൗൽ എപ്പോഴും തന്നെ ഉയർത്താൻ ആഗ്രഹിച്ചു. But when David got lifted up, everybody with him also got lifted up. എന്നാൽ ദാവീദിനെ ദൈവം ഉയർത്തിയപ്പോൾ തന്നോട് കൂടെ ഉള്ളവർ ഉയർത്തപ്പെട്ടു. That is a mark of real anointing. അതാണ് യഥാർത്ഥ അഭിഷേകത്തിന്റെ Lord, പ്രത്യേകത. you are lifting me up. Lift my brothers and sisters also. കർത്താവേ, എന്നെ ഉയർത്തുന്നതോടൊപ്പം എന്റെ സഹോദരി സഹോദരന്മാരെ ഉയർത്തണം. Hallelujah. ആമേൻ. And eventually we read when David wanted to make him the king, there was a fight. You can't allow so and so to be with you. David said, nothing doing. These people were with me in the forest. They shall be with me in the palace. Remember? ആമേൻ. ദാവീദ് രാജാവായപ്പോൾ ആരൊക്കെ ആകണമെന്ന് എന്തൊക്കെ തീരുമാനിക്കും ദാവീദ് പറഞ്ഞു, ഇല്ല, ഇവരാണ് എന്റെ കഷ്ടത്തിൽ എന്റെ കൂടെ നിന്ന്, ഇവരെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞു. Now the second level of anointing. അഭിഷേകത്തിന്റെ രണ്ടാം തലം. He became a king. ഇപ്പോൾ രാജാവായി. When he becomes a king, he doesn't have to run around. He doesn't have to be scared of anybody. He has his own house. He has everything. It is a settled anointing. ആമേൻ. രാജാവായി കഴിഞ്ഞപ്പോൾ പഴയ അനുഭവം മൊത്തം മാറി. ഇപ്പൊ ഈ ആർക്കും അദ്ദേഹത്തിന് ഭീഷണിപ്പെടുത്താനില്ല, അദ്ദേഹത്തിന് ഇല്ലായ്മയില്ല, അദ്ദേഹത്തിന് കൊട്ടാരമുണ്ട്, എല്ലാ സൗകര്യമുണ്ട്, എല്ലാം ദൈവം ക്രമീകരിച്ചു കൊടുത്തു. But one last point, people. അല്ലെ, എന്നുള്ള ഒരു അവസാന പോയിന്റ്. Why was David anointed? എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്തത്? David was settled. അദ്ദേഹം സ്വസ്ഥനായിരുന്നു. His fear was taken. There was nobody to hunt him. തന്നെ വേട്ടയാടാൻ ആരുമില്ല. He was settled. അദ്ദേഹം സ്വസ്ഥനായി. But why? എന്തിനു വേണ്ടി? No, why? Why did God give him all that convenience? ഈ സൗകര്യങ്ങളെല്ലാം എന്തിനാ ദാവീദിന് ദൈവം കൊടുത്തത്? Not to flatter David. ദാവീദിനെ പിന്നെ കളത്തി കാണിക്കാനല്ല. വലിയ വേല വരുന്നുണ്ട്. ആമേൻ. He's the called to, he's anointed to be the king. രാജാവാകാൻ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. The second level of anointing is not to sit there in the pews. It is for you to come and stand here and begin to minister. ആമേൻ. അഭിഷേകത്തിന്റെ രണ്ടാം തലം വരുമ്പോൾ നമ്മളവിടെ കാഴ്ചക്കാരായിട്ട് ഇരിക്കുകയല്ല, മുന്നോട്ട് കടന്നു വന്ന് ശുശ്രൂഷ ചെയ്യുകയാണ്. Many people when they talk about David and king and all that, we think, okay, now I can sit in the easy chair. ആമേൻ. ദാവീദിനെ പറ്റി പറയുമ്പോൾ പലരും വിചാരിക്കുന്നത് എനിക്ക് വളരെ ഈസി ചെയറിൽ ഇപ്പൊ ഇരിക്കാം, I can order people around. ആളിനോട് കൽപ്പിക്കാം, Do this, do that, do this, do that. അങ്ങനെ ചെയ്യ്, അങ്ങനെ ചെയ്യ്. No, if you are lifted up to that level, remember, a greater output is expected from you. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഉയരങ്ങളിലേക്ക് ദൈവം നമ്മളെ ഉയർത്തുമ്പോൾ അതിനനുസരിച്ചുള്ള ദൈവ പ്രവൃത്തി ദൈവം നമ്മളെ പ്രതീക്ഷിക്കും. That is the next level. അതാണ് അടുത്ത തലം. Some of you need to come to that level. നിങ്ങൾ പലരും ആ തലത്തിലേക്ക് വന്നേ It പറ്റൂ. starts by breaking your heart for other people. The willingness to break your heart for other people. മറ്റുള്ളവർക്ക് വേണ്ടി ഹൃദയം പകരാൻ നിങ്ങൾക്ക് കഴിയുമ്പോഴാണ് അത് വരുന്നത്. And one more thing, here is a interesting. You do everything, then you close your mouth, keep your hands like this, and stand and wait for God, expecting only God to take care of your needs. Amen. That is real anointing. ആമേൻ. എല്ലാം നന്നായി ചെയ്ത ശേഷം കൈകെട്ടി പുറകോട്ട് മാറി നിന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവിനെ മാത്രം കാത്തിരിക്കുക. ഇതാണ് യഥാർത്ഥ അഭിഷേകത്തിന്റെ ലക്ഷണം. I can tell you stories of so many stories of how I have stood with pastors and God has used me and my wife and my children to bring many people to a church. But after the time, we quietly left. We did not say any avagasham. We don't say anything. We made sure the man of God and his family was united, kept. We quietly went away and said, Lord, to you be the glory. But I know one day in eternity, God will remember all the things that God has done. God used me to build another man's ministry. Are you with me, people of God? That is the attitude. Even now, that is my attitude. Lord, all these things that is being done, you're doing it. Thank you, because it's the anointing that is doing it. But as for me and my family, we'll continue to serve you. You are our expectation. You are our everything. We are interested only in you. Church, get this vision right now in the name of Jesus. ആമേൻ, ആമേൻ. കർത്താവ് നമ്മളെ എന്തെല്ലാം ചെയ്യാനെ കൊണ്ട് നമ്മളെ പ്രാപ്തരാക്കി കഴിഞ്ഞാലും എല്ലാം ചെയ്തതിനു ശേഷം കർത്താവേ, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ നിന്റെ അവകാശമാണ്, നിന്നിലേക്ക് ഞങ്ങൾ നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും ദൈവത്തിന് മഹത്വം കൊടുക്കാൻ നമുക്ക്. You are my portion. Now you understand? ആമേൻ. How many of you know that? God says, you are, I am your portion. ആമേൻ. എത്ര പേര് അത് വിശ്വസിക്കുന്നു? കർത്താവ് നമ്മോട് പറയാ, ഞാനാ നിങ്ങളുടെ അവകാശം, ഓഹരി. If you don't have that attitude, ആ മനോഭാവം നമുക്കില്ലെങ്കിൽ, you will never like a young man coming up. ഹല്ലേലൂയ. ഒരു യവനക്കാരൻ ഉയർന്നു വരുന്നത് നമുക്ക് You won't ഇഷ്ടപ്പെടില്ല. like another family coming up in the church. മറ്റൊരു കുടുംബം സഭയെ ഉയർന്നു Because you have വരുന്നതാണ് to hold ഇഷ്ടപ്പെടുന്നത്. on to your position. കാരണം നമ്മുടെ സ്ഥാനത്തെ കരുതണ്ടേ. What if somebody else becomes better prophet than I am? എന്നെക്കാട്ടി നല്ല പ്രവാചകനായി മറ്റൊരാൾ തീർന്നാലോ? Insecurity, all this comes because of this thought. സുരക്ഷിതത്വമില്ലായ്മ വരുന്ന ഈ ചിന്ത കൊണ്ടാ. Church, I want you to say with me as you stand up in the presence of നമുക്ക് God. എഴുന്നേറ്റ് നിന്ന് കർത്താവിനോട് ഇങ്ങനെ പറയാം. Say with me. എന്നോട് ചേർന്ന് പറയുക. Our precious Father. Oh, hallelujah. Our precious Father. You are our inheritance. You are our inheritance. We know that you are going to raise the level of our anointing. We know that you are going to raise the level of our anointing. And we also know that you are going to raise the servant of God in this house.
Also, we know that you are going to raise the servant of God in this And we house. thank you because we are going to be lifted up together. We thank you because we are going to be lifted up together. And when we are lifted up, Lord, And when we are lifted up, Lord, let our focus be on you. let our focus be on you. You are our reward. You are our reward. Nothing else. We don't want any reward from people. We don't want any reward from people. You are our portion. You are our portion. You are our fulfiller. You are our fulfiller. You are our shepherd. You are our shepherd. To you be the glory. To you be the glory. You know our silent tears. You know our silent tears. We want to see your church growing. We want to see how your church growing. We want no name or honor or any fame. We don't want any honor or fame or honor. To you be the glory. To you be alone the To glory. you be the honor. To be the honor. To be the praise. To you be the praise. Lord, thank you for your rewards. Lord, thank you for your rewards. We know we will have more rewards when we get to heaven. We know we will have more rewards when we get to heaven. Lord, tonight. Lord, tonight. Now what I'm going to say, only if you really mean it, you say it with me. Lord, tonight, Lord, tonight we give our hearts to you in a special way. we give our hearts to you in a special way. You can use it. You can use it. You can take a piece of our heart if it can mend somebody else. You can take a piece of our heart if it can be meant for somebody else. Even if a heart breaks and pains, Even if our heart breaks and pains, we want to see somebody else being lifted up. we want to see somebody else being We lifted want up. somebody else to come into the kingdom. We want to see somebody else come to the kingdom. Let your name be glorified. Let your name be glorified. In Jesus' name. In Jesus' name. Amen. Amen. The Lord shows me a dam Amen. and I see the water slowly trickling down. Those Thank who you, understand, lift your hands and praise God. Hallelujah. Out Thank of you shall flow rivers of living water. Oh, നിങ്ങളുടെ ഉള്ളിൽ ജീവജലത്തിൻ നദികൾ ഒഴുകും. When you made a commitment today, precious saints, നിങ്ങളൊരു സമർപ്പണം there നടത്തിയപ്പോൾ is an overflow that is going to come from you and your church. നിങ്ങളിൽ നിങ്ങളുടെ സഭയിൽ നിന്ന് ഒരു കവിഞ്ഞൊഴുക്ക് ദൈവം അയക്കാൻ പോവാ. And that overflow is going to wet many dry lands. ആ കവിഞ്ഞൊഴുക്ക് അനേക വരണ്ട നിലങ്ങളെ ഹല്ലേലൂയ സ്തോത്രം നനയ്ക്കുവാനിടയാകും. Oh yes, and the land is going to be excited and exalted. ഓ ദേശത്തിന് ഉണർവും ഉന്മേഷവും വരാൻ പോവാ. Yes, the nation will be saved ദേശം വിടുവിക്കപ്പെടും. because of the mighty revival that's going to come. ദൈവം അയക്കുന്ന വലിയ ഉണർവ് മുഖാന്തരം. May God bless each one of you and lift you up in the days to come. ഓ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ ഓരോരുത്തരും വരുന്ന ദിവസങ്ങൾ ഉയർത്തട്ടെ. Let us be humble in the presence of God. നമുക്ക് ദൈവസന്നിധിയിൽ താണിരിക്കാം. And the people of God said, ദൈവ and the people of God said, ആമേൻ. and the people of God said, ആമേൻ. God